ഇന്ന് വരെ ചേലക്കര കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഈ ചേലക്കര മണ്ഡലം. വാശിയേറിയ മണ്ഡലം. LDFിൻ്റെ കോട്ടയാണ് ചേലക്കര എന്ന് പറയുമ്പോൾ ഈ കോട്ട ഞങ്ങൾ പൊളിച്ചകത്ത് കയറും എന്നാണ് UDF പറയുന്നത്. NDAയുടെ പ്രവർത്തനവും വളരെ കാര്യക്ഷമമായി നടക്കുന്ന മണ്ഡലമാണ് ചേലക്കര. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷ്മി, ഗുഡ് മോർണിംഗ്. ആഷ്മി, ഒരുപക്ഷെ ചേലക്കരയിൽ നാളെ കുട്ടിക്കലാശമാണ്. ഈ കലാശക്കൊട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചേലക്കര കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ വർദ്ധിത വീര്യത്തിൽ എന്ന് പറയാമല്ലോ, അതുപോലെ ത്രസിച്ച് നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായും എസ്കേനി, പാലക്കാട്, ചേലക്കര, വയനാട് 3 ബൈ ഇലക്ഷൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റും ഏറ്റവും കൂടുതൽ ആവേശവും ഏറ്റവും കൂടുതൽ അങ്ങേയറ്റത്തെ ഡ്രാമാറ്റിക് നീക്കങ്ങളും ഉണ്ടായത് പാലക്കാടാണെന്ന് ഉറപ്പായും പറയാം. പക്ഷേ പാലക്കാട് 20-ാം തീയതി പോകുന്നുള്ളൂ. പാലക്കാട് ഇനിയും 13 മുതൽ 20-ാം തീയതി വരെ പാലക്കാട് ഇനിയും തിളച്ചു പറയാൻ പോകുന്നു. ഇനിയും പല പല വിഷയങ്ങൾ വന്നു പോകാൻ പോകുന്നു. എന്തായാലും ചേലക്കരയും വയനാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ചേലക്കരയിൽ നേരത്തെ സുജികുമാർ പറയുന്നത് പോലെ ചേലക്കര ഇതുവരെ കാണാത്ത വിധമുള്ള അതിശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ത്രികോണ പോരാട്ടമാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് അതിശക്തമായ പോരാട്ടങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പോയി. ചേലക്കരയിൽ പാലക്കാട് ചർച്ച ചെയ്ത പോലെയുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായെന്ന് ചോദിച്ചാൽ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായില്ല. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രാമാറ്റിക്കായോ ട്വിസ്റ്റൊക്കെ സംഭവിക്കുന്ന രീതിയിലുള്ള അങ്ങനെ സ്തോഭജനകമായ രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് ഉണ്ടായില്ല. എന്ന് പറയുമ്പോൾ പോലും അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഇരു മുന്നണികളും NDA 3 മുന്നണികളും വളരെ സജീവമായി ഇന്നൊരു പ്രചരണ കാലയളവ് നമ്മൾ കണ്ടു. ഒരുപക്ഷെ LDFിന്റെ ക്യാമ്പിലേക്ക് വന്നാൽ LDF ആ ചേലക്കരയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം പ്രവർത്തിച്ചൊരു മറ്റു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന കാര്യം അറിയില്ല. പാലക്കാട് അതിശക്തമായ ഇലക്ഷൻ വർക്ക് നടക്കുമ്പോഴും MP ഗോവിന്ദൻ പലപ്പോഴും ചേലക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന കാഴ്ച കണ്ടു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സമാനതകളില്ലാത്ത വലിയ പോരാട്ടം, വലിയ വെല്ലുവിളി ഒരുപക്ഷെ ചേലക്കരയിൽ ഉയർത്താൻ UDFിന് കഴിയുന്നത് തന്നെയാണ് കാരണം LDFിന് സാധാരണ രീതിയിലുള്ള എണ്ണയിട്ട യന്ത്രം പോലെയുള്ള മെഷീൻ വർക്ക് നടക്കുന്നത് പോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രചരണ സാമഗ്രികൾ വർക്ക് ചെയ്യുന്നത് പോലെയുള്ള സംവിധാനം ഇക്കുറി UDFും ചേലക്കരയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവിടെ ആഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം 4 തവണയെങ്കിലും പ്രതിപക്ഷ നേതാവും K സുധാകരനും അവിടെ വന്നുപോയി പ്രചരണത്തിന് നേതൃത്വം നൽകി. ഈ ബൈ ഇലക്ഷൻ സ്ട്രാറ്റജി എന്നൊരു തൃക്കാക്കരയിലും അത് പുതുപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. നേതാക്കൾ കൂട്ടത്തോടെ വന്നിറങ്ങുകയും ഓരോ ബൂത്തിനും പ്രധാനപ്പെട്ട നേതാക്കളെ ഏൽപ്പിക്കുകയും അവർ അടിത്തട്ടിൽ LDFിനെ പോലെ അല്ലെങ്കിൽ CPMന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ അവർ പ്രവർത്തിക്കുന്ന മട്ടിൽ തന്നെ UDF പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഇക്കുറി ചേലക്കര കണ്ടു. അതുകൊണ്ട് കൂടിയാകണം LDFും ഇക്കുറി അവിടെ പ്രവർത്തനം ചേലക്കര ഇതുവരെ കാണാത്ത വിധമുള്ള വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സജ്ജീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. SKN ഉറപ്പായും അത്തരത്തിൽ ചേലക്കര 96 മുതൽ ഭരിക്കുന്ന ഇടത് കോട്ടയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും കോട്ടകൾ വീണ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് ഉറപ്പായും എല്ലാ ക്യാമ്പിനും ആശങ്കയും പ്രതീക്ഷയും ഒക്കെ പൂർവ്വകാല കോട്ടകളുടെ വീഴ്ചയും വാഴ്ചയുമുള്ള ചരിത്രങ്ങൾ ഓരോ മുന്നണികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. NDA ക്യാമ്പിലേക്ക് എത്തി NDA ക്യാമ്പിലും അവർക്ക് മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള വലിയ പ്രതീക്ഷകൾ കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30-35,000 വോട്ടിൻ്റെയൊക്കെ വലിയ വോട്ട് സംഭരിക്കലിലേക്ക് NDA അവിടെ എത്തിയതാണ്. അതുകൊണ്ട് അവർക്കും ഇക്കൊരു പ്രതീക്ഷകളുണ്ട്. ഈ അന്തിമഹാകാളങ്കാവിലെ വെടിക്കെട്ട് മുടങ്ങിയ അടക്കമുള്ള ചില വിഷയങ്ങൾ ചർച്ചയായി എന്നതിനപ്പുറം അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ പറഞ്ഞ ഹരിദാസൻ എന്ന് പറഞ്ഞ CITU സ്ഥാനാർത്ഥിയുടെ വിവാദമുണ്ടായി, PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി, അങ്ങനെ 2-3 പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ വലിയ കാര്യമായ കാടിളക്കിയ രാഷ്ട്രീയ പ്രചരണം ഉണ്ടായെങ്കിൽ കൂടിയും ചേലക്കരയും ഇഞ്ചോടിഞ്ച കട്ടക്കാട്ട. ഓക്കെ, താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. K R ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേർന്നു. ഇത്തവണ അതായത് K രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ് ചേലക്കര എന്ന് പറഞ്ഞാൽ K രാധാകൃഷ്ണനാണ് എന്ന രീതിയിൽ വാർത്ത പരക്കുമ്പോഴാണ് UDF അസാധാരണമായ തന്ത്രങ്ങൾ മെനഞ്ഞ് രാഷ്ട്രീയത്തിലെ അവസാന അടവും പയറ്റി വിജയിക്കാൻ കഴിയുമെന്ന കാര്യം പരീക്ഷിക്കുന്നത്. K R ഗോപികൃഷ്ണൻ UDF ചേലക്കരയിൽ അനുവർത്തിക്കുന്ന തന്ത്രത്തെക്കുറിച്ചും മറ്റ് മണ്ഡലങ്ങളിൽ UDFിൻ്റെ പ്രവർത്തന തന്ത്രങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ഗോപികൃഷ്ണൻ ചേരുന്നത്. ഗുഡ് മോർണിംഗ് K R ഗോപികൃഷ്ണൻ. യഥാർത്ഥത്തിൽ തന്ത്രങ്ങൾക്കൊട്ടും പിന്നിലല്ല UDFും, പറയൂ. ഗുഡ് മോർണിംഗ് SKN. നമുക്കറിയാം വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും മറ്റ് 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും സാങ്കത്യവും അത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നതാണ് യഥാർത്ഥത്തിൽ മലയാളികളെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങൾക്ക് പുറത്ത് ഇത് അവിടുത്തെ ജയപരാജയങ്ങൾ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവർക്കൊക്കെ വളരെ കൗതുകത്തോടു കൂടി അവർ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പായി ഈ 3 മണ്ഡലങ്ങളെയും ഉപതെരഞ്ഞെടുപ്പുകൾ മാറുകയാണ്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ് വയനാടും പാലക്കാടും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം UDF നടത്താൻ പോകുന്ന മണ്ഡലം നമുക്ക് നിസ്സംശയം പറയാം, അത് ചേലക്കര മണ്ഡലമാണ്. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചേലക്കരയിൽ വിജയിക്കുമ്പോൾ മാത്രമാണ് UDFിനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ വിജയമായി കണക്കാക്കാൻ കഴിയും. മറ്റ് 2 മണ്ഡലങ്ങളും സിറ്റിംഗ് സീറ്റുകളാണ്, അതുകൊണ്ട് അവിടെ ജയിക്കുന്നത് സ്വാഭാവികതയാണ്. അതിനപ്പുറം ചേലക്കര കഴിഞ്ഞ 25
26 വർഷമായി ചേലക്കരയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് ഇടതുമുന്നണിയുടെ കെ രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയായ CPM-ന്റെ ഉറച്ച കോട്ടയായ ഈ ചേലക്കര മണ്ഡലം അത് പിടിച്ചെടുക്കുമ്പോൾ മാത്രമാണ് UDF-നെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ വിജയമായി കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയൂ എന്നതാണ് VD സതീശൻ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ചേലക്കര മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ UDF ഒരു അല്പം പിന്നിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് UDF ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അവിടെ എത്തുകയും പ്രവർത്തകരെ വിളിച്ച് സംസാരിക്കുകയും ഇവിടെ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് ഉദാസീന മനോഭാവം പാടില്ല, വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എല്ലാവരും ഉണ്ടാകണം എന്ന് താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞതിന് ശേഷമാണ് ചേലക്കര മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ UDF-ന്റെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് നമുക്ക് പറയാം. ചേലക്കരയിൽ UDF നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ACC അംഗമായിരുന്ന NK സുധീർ മറുകണ്ഠം ചാടിയിരിക്കുന്നു. അവിടെ DMK-യുടെ പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി NK സുധീർ മത്സരിക്കുന്നുണ്ട് എന്നതാണ്. NK സുധീർ പിടിക്കുന്ന വോട്ടുകൾ UDF-നെ ക്ഷീണം ചെയ്യുമോ എന്ന ആശങ്ക സ്വാഭാവികമായും UDF ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. അവിടെ രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ UDF അവിടെ കൊണ്ടുവരുമ്പോൾ UDF ലക്ഷ്യം വെക്കുന്നത് രമ്യ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിരുന്ന ആലത്തൂർ മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ അകത്തു വരുന്നതാണ് ചേലക്കര നിയോജക മണ്ഡലം. അവിടെ രമ്യയ്ക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ P ബിജുവിനെ പോലെ ശക്തനായ ഒരു എതിരാളിയെ അന്ന് ചെറുത്തു തോൽപ്പിക്കാൻ രമ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അനുകൂല ഘടകമായി രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ UDF കാണുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കെ രാധാകൃഷ്ണന് കഴിഞ്ഞ 5 വർഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തവണ UR പ്രദീപ് അവിടെ സ്വാധീനമുള്ള ആളാണ്. കെ രാധാകൃഷ്ണനെ പോലെ തന്നെ ജനപ്രിയനായിട്ടുള്ള ആളാണ്. അപ്പോഴും രമ്യ ഹരിദാസിന് താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് ആളുകളെ സ്വാധീനിച്ച് അവർക്ക് വിജയം കൊയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ UDF-നുണ്ട്. അതുകൊണ്ട് UDF എല്ലാ തന്ത്രങ്ങളും പയറ്റി തന്നെയാണ് ചേലക്കരയിൽ മത്സര രംഗത്തുള്ളത്. വയനാടിനെ സംബന്ധിച്ച് UDF-ന് വലിയ ആശങ്കയുടെ ആവശ്യമില്ല. കാരണം അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പോരാട്ടം, വയനാട്ടിൽ ഭൂരിപക്ഷം എത്ര എന്നത് മാത്രമാണ് UDF-ന്റെ കണക്കുകൂട്ടലുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ അടവുകളും UDF പുറത്തെടുക്കും.